ദൈവനാമത്തിന് മഹത്വം. യേശുവിൻ്റെ ശ്രേഷ്ഠത എന്ന വിഷയത്തെ ആസ്പദമാക്കി ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശൗലായിരുന്ന സമയം മുതൽ തൻ്റെ ജീവിതത്തിൽ പല പ്രതികൂലങ്ങൾ ക്രിസ്ത്യാനികൾക്ക് നേരെ അഴിച്ചുവിടാനിടയായി. എന്നാൽ പൗലോസായ നിമിഷം മുതൽ യേശു കർത്താവിനെ എത്രമാത്രം ഉയർത്തുവാനും യേശുവിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുവാനും വളരെ ആഗ്രഹിക്കുകയും താല്പര്യം കാണിക്കുകയും ചെയ്ത ഒരു ഭക്തനായ മനുഷ്യനാണ് വിശുദ്ധ പൗലോസ്. അങ്ങനെ അനേക ലേഖനങ്ങളിലൂടെ യേശുവിനെ ഉയർത്തി കാണിക്കുവാൻ, യേശുവിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തി കാണിക്കുവാൻ ഇടയായി. AD 67 എഴുതപ്പെട്ട എബ്രായ ലേഖനം നാം പഠിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ സമ്പൂർണതയും ശ്രേഷ്ഠതയും വെളിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആ ലേഖനം എഴുതുവാൻ ഇടയായത്. യേശുവിൻ്റെ ശ്രേഷ്ഠത യഹൂദ മതാനുസാരികളായ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരിൽ നിന്ന്, റോമൻ പട്ടണത്തിൽ നിന്നും പാലസ്തീൻ നാടുകളിൽ നിന്നും ക്രിസ്ത്യാനികളായി തീർന്ന യഹൂദ മതാനുസാരികൾക്ക് എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. അവർ യേശുവിൽ നിന്ന് ഒരിക്കൽ പോലും അകന്നു പോകാതെ യേശുവിനോട് കൂടുതലായി ചേർത്ത് നിർത്തുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് യേശുവിൻ്റെ ശ്രേഷ്ഠത അവരുടെ ഹൃദയത്തിൻ്റെ ഉൾത്തടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് എബ്രായ ലേഖനം 1 മുതൽ 13 അധ്യായം വരെ വ്യക്തമായി അവരുടെ ഹൃദയത്തെ ഉൾക്കൊള്ളിക്കുവാനിടയായി. എബ്രായ ക്രിസ്ത്യാനികൾക്ക് എഴുതപ്പെട്ട ഈ ലേഖനത്തിന് 1 അധ്യായം 2 അധ്യായവും ദൂതന്മാരെക്കാൾ യേശു ശ്രേഷ്ഠനെന്ന്, യേശുവിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ കഴിയും. 3 അധ്യായത്തിലേക്ക് മോശയേക്കാൾ ശ്രേഷ്ഠൻ എന്ന് വ്യക്തമായിട്ട് അവിടെ ഹൃദയത്തിനകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട് ഇടയാകുകയാണ്. 4 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം ചെയ്യുന്നു, സ്വസ്ഥത നൽകിയ യോശുവയേക്കാൾ അധികം സ്വസ്ഥത നൽകി തന്ന യേശു കർത്താവാണ് ശ്രേഷ്ഠനെന്ന് വ്യക്തമായിട്ട് ഇവിടെ കാണുവാൻ കഴിയുന്നു. 5 അധ്യായത്തിൽ കടന്നു വരുമ്പോൾ സുതം അഹ്റോനേക്കാൾ ശ്രേഷ്ഠനെന്ന് യേശുവിനെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് വെളിപ്പെടുത്തുവാനിടയാകും. 6 അധ്യായം നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠനെന്ന് വ്യക്തമായിട്ട് ആ അധ്യായത്തിലൂടെയും വെളിപ്പെടുത്തുവാനിടയാകും. 7 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മൽക്കീസേദെക്ക് എന്ന പുരോഹിതനെ പോലെ ഒരു പുരോഹിതനെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുവാൻ ഇടയാകും. 8 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠനായ ക്രിസ്തു എന്ന് തെളിയിപ്പാനിടയാകും. 9 അധ്യായത്തിലേക്ക് കടന്നുമ്പോൾ സമാഗമന കൂടാരത്തെക്കുറിച്ചാണ് നാം പഠിക്കാനിടയാകുന്നത്. സമാഗമന കൂടാരത്തേക്കാൾ വലിപ്പവും തികവുമേറിയ ക്രിസ്തു എന്ന് 9 അധ്യായത്തിലൂടെ തെളിയിപ്പാനിടയാകും. 10 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പഴയ നിയമ യാഗത്തേക്കാൾ അതിശ്രേഷ്ഠമേറിയ ഒരു യാഗമാണ് പുതിയ നിയമത്തിലേക്ക് മാനവരാശിക്ക് വേണ്ടി കർത്താവായ യേശു നമുക്ക് വേണ്ടി അർപ്പിച്ചതായ പരമയാഗമാണ് ശ്രേഷ്ഠമെന്ന് തെളിയിക്കുന്നു. 11 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പുതിയ നിയമ വിശുദ്ധന്മാർ ഇതുവരെയും അത് അവർക്ക് ലഭിച്ചിട്ടില്ല. പഴയ നിയമസ്ഥന്മാർ വിശ്വാസത്താൽ അത് പ്രാപിച്ചപ്പോൾ പുതിയ നിയമവിശുദ്ധന്മാർ അത് ഇതുവരെയും ലഭിച്ചിട്ടില്ല. സ്തോത്രം ചെയ്യുന്നു. 12 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പഴയ നിയമത്തിലെ സീനായി നിയമത്തെക്കാൾ പുതിയ നിയമത്തിലെ സിയോൻ നിയമമാണ് ഏറ്റവും പ്രാധാന്യമെന്ന്, ശ്രേഷ്ഠമെന്ന് വ്യക്തമായി തെളിയിച്ചിരിക്കുന്നു. ഈ 12 അധ്യായങ്ങളെയും സ്തോത്രം ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെതായ ആ ലക്ഷ്യത്തെ തെളിയിച്ചുകൊണ്ട് അവരുടെ ഉള്ളറയ്ക്കകത്ത് ഈ വചനങ്ങളെ ഉൾപ്പെടുത്തി യേശു ശ്രേഷ്ഠനെന്ന് പറയുമ്പോൾ 13 അധ്യായം എൻ്റെ കൺക്ലൂഷനായിട്ട് കാണുവാൻ കഴിയുന്നത് നമ്മുടെ അവകാശം ക്രിസ്തു. ക്രൈസ്തലോ നാം ശ്രേഷ്ഠനായി സ്വീകരിക്കുക മാത്രമല്ല, നമ്മുടെ അവകാശമായ ക്രിസ്തുവിനെ നാം ഒരിക്കലും കൈവിടുവാൻ കഴിയാതെ ആ ക്രിസ്തുവിൻ്റെ പാതയിൽ പിൻപറ്റിക്കൊണ്ട് അതിശ്രേഷ്ഠമായ ജീവിതം നയിപ്പാൻ, അതിശ്രേഷ്ഠമായ ജീവിതത്തിൻ്റെ ഉടമക്കാരനായ കർത്താവിനോട് ചേർന്ന് വസിപ്പാൻ
പരിശുദ്ധനായ ദൈവം നമ്മെ ധന്യമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവൻ യേശുവിനെ കൂടാതെ മറ്റേതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? മറ്റേതിനാണ് നിങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്നത്? ഇല്ല. ഏറ്റവും ഒരു ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം അർപ്പിപ്പാൻ കഴിയുന്ന ഒന്ന് മാത്രം, അതിശ്രേഷ്ഠനായ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആഴമായി ഉൾക്കൊള്ളുവാനിടയാകുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം കർത്താവ് ശ്രേഷ്ഠതയിലേക്ക് നയിച്ച് നിങ്ങളെ അനുഗ്രഹമാക്കി നടത്തുവാൻ സ്വർഗസ്ഥനായ കർത്താവ് ശക്തനായ ദൈവമാണ്. ആമേൻ. ഈ ചെറിയൊരു മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരുമ്പോൾ ശ്രേഷ്ഠനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടു പോകാതെ ആ കർത്താവ് തന്നെ ആശ്രയിച്ചുകൊണ്ട് ശ്രേഷ്ഠത ദൈവത്തെ അവയെ മാനിച്ചുകൊണ്ട് മുന്നേറുവാൻ പരിശുദ്ധനായ ദൈവം ധന്യമായി സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ ഉപസംഹാരം കുറിക്കുകയാണ്. കർത്താവ് ധന്യമായി സഹായിക്കുമാറാകട്ടെ. ആമേൻ.